നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയത് ഫോണിൽ തന്നെയായിരുന്നോ? അല്ലേ? അപ്പൊ അവിടെ നിന്നും പിന്നെ നിങ്ങൾ ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്ത് തുടങ്ങി? ഫോണിൽ തന്നെയായിരുന്നു ഫുള്ള്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമയിലേക്ക് വന്നു. അത് കഴിഞ്ഞിപ്പോ നിങ്ങൾ മെയിൻ ലീഡ് ആയിക്കൊണ്ട് വരുന്നു. അപ്പൊ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളൊക്കെ ഓരോ സീരീസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ സിനിമ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? ഈ അജു ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മോഹം തോന്നിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അങ്ങനെ നിങ്ങളിപ്പോ നാളത്തെ April 2 ബിഗ് സ്ക്രീനിൽ നിങ്ങളിലൂടെ നമ്മളെല്ലാം നിങ്ങളെ കാണുകയാണ്. ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ പ്രകടിപ്പിക്കണമെന്ന് അറിയാൻ വയ്യ. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഇതല്ല. എനിക്ക് മനസ്സിലായില്ല. അതെ അവര് പറയുന്നത്, അതായത് ഇവരുടെ വീഡിയോസിൽ ഇവര് ഭയങ്കര തമാശ, ജീവിതത്തിൽ ഇപ്പൊ ഫുൾ ടൈം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സന്തോഷ പ്രകടനം ചിലപ്പോൾ ഇവരിൽ നിന്ന് ഉണ്ടാവില്ല. അത് ഉള്ളിൽ അവര് കുറച്ചും കൂടി താങ്ക്ഫുൾ ആണ്. അവർക്ക് ഈ ഒരു വലിയ അവസരം കിട്ടിയതിനെ കുറിച്ച് അത് ഞാൻ പറയണം. ഞാൻ കണ്ട കാഴ്ചയാണ്. അവരാ കിട്ടിയ അവസരം വളരെ നന്നായി സൂക്ഷിച്ചു. ഇവര് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും. അവർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് വാഴ പോലത്തെ ഫ്രാഞ്ചൈസിലും അവരെല്ലാവരും